ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ ചാനൽ ബിസിനസ് ഇൻ്റലിജൻസ്, അതിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇത് സ്മോൾ മീഡിയം മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ ഡെയിലി ലൈഫിലുള്ള അവരുടെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് അഡ്രസ്സ് ചെയ്യുന്ന ഫൈനാൻസ്, ക്യാഷ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, പിന്നെ അവരുടെ ഇൻറ്റേർണലായിട്ടുള്ള സിസ്റ്റംസ് അല്ലെങ്കിൽ പ്രോസസ്സസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ബേസിക്കായിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ നോളജ് പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് ഞാൻ ഈ ചാനൽ തുടങ്ങിയതാണ്. അപ്പം ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ എന്ന നിലയിൽ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, എല്ലാവർക്കും ഏറ്റവും ഏത് ബിസിനസ് സ്ഥാപനത്തിനായാലും, അതായത് നമ്മളുടെ ബിഗ് ബിസിനസ് ആയാലും സ്മോൾ ബിസിനസ് ആയാലും മീഡിയം എൻ്റർപ്രൈസസ് ആയാലും, ലോകത്തിലെ ഏത് ഭാഗത്തുള്ള ബിസിനസ് സ്ഥാപനത്തിനായാലും അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു വിഷയമാണ്. അത് ക്യാഷ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. അപ്പം ഒട്ടനവധി ബിസിനസ് മേഖലയിലുള്ള ഒട്ടനവധി ബിസിനസ് യൂണിറ്റുകൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഈ എൻ്റർപ്രണേഴ്സിനും അല്ലെങ്കിൽ മാനേജേഴ്സിനും ഒന്നും മനസ്സിലാകാത്ത പല കാരണം കൊണ്ട് അവർക്ക് മാനേജ് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഏരിയയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ഏരിയ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഇത് വളരെയധികം മറ്റ് പല മേഖലകളോടൊപ്പം തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ഓഫ് ഓപ്പറേഷനാണ്. അപ്പോൾ ഇത് ഈ മിസ്മാനേജ് ചെയ്യുന്നത് കൊണ്ടും അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കെയർ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ് ഈ ഒരു ഫാക്ടർ, ഈ ഒരു ഘടകത്തെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ട് പല ബിസിനസ്സുകളും പിന്നെ ഒരു ഫെയിലുറായിട്ട് മാറുന്നതായിട്ട് നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തും അല്ലെങ്കിൽ ഇന്ത്യയിലെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം കൃത്യമായിട്ടുള്ള ഡിമാൻഡും അല്ലെങ്കിൽ റവന്യൂവും സെയിൽസും ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഒക്കെ ചെയ്യുന്ന ബിസിനസ്സുകാരാണെങ്കിൽ തന്നെയും ഈ ഒരു പ്രത്യേക കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ബിസിനസ്സുകൾ വളരെയധികം ഫെയിലുറായി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ക്യാഷ് മാനേജ്മെൻറ്റിനെ കുറിച്ചൊരു ബ്രീഫായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി വരുന്ന വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ അല്പം കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചില വിവരണങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും. അപ്പോൾ ആദ്യം ഈ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഈസ് കിങ് എന്നാണ് പറയുന്നത്. ക്യാഷാണ് രാജാവ്. കാരണം എല്ലാ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് മാനേജ്മെൻറ്റാണ്. ഇപ്പോൾ ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചും ഒരു തുടങ്ങിയ ബിസിനസ് ആണെങ്കിലും സ്റ്റാർട്ടപ്പ് ആണെങ്കിലും സ്റ്റാർട്ടപ്പ് കഴിഞ്ഞിട്ട് അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിലും ഇനി അതെല്ലാം മറ്റേതെങ്കിലും പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് സ്ട്രഗിൾ ചെയ്യുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ തന്നെയും എല്ലാ ബിസിനസ്സിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ക്യാഷ് മാനേജ്മെൻറ്റാണ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് എഫിഷ്യൻറ്റ് ക്യാഷ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാ ബിസിനസ്സിനെ സംബന്ധിച്ച് അവരുടെ ഒരു സർവൈവലിൻ്റെ പ്രശ്നം കൂടിയാണത്. കാരണം ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് സർവൈവ് ചെയ്യണമെങ്കിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ക്യാഷിൻ്റെ സ്റ്റോക്ക് വേണം. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാഷ് റിസർവ് വളരെ ആഡിക്വേറ്റ് ആയിരിക്കണം. അപ്പം ഈ ക്യാഷ് എപ്പോഴും നമുക്ക് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ക്യാഷ് രണ്ട് ഉണ്ട്, ക്യാഷ് ഇൻഫ്ലോയും ഉണ്ട്, ക്യാഷ് ഔട്ട്ഫ്ലോയും ഉണ്ട്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് ഏകദേശം 60% ബിസിനസ്സിൻ്റെ കാര്യത്തിലും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുമ്പോൾ പ്രോഫിറ്റൊക്കെ അവരുണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെയും ക്യാഷ് മാനേജ്മെൻറ്റിൽ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും അവർ നേരിടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രോഫിറ്റും ക്യാഷും രണ്ടും ഒന്നല്ല എന്നുള്ളൊരു വസ്തുത കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും സംസാരിക്കുന്നതാണ്. വൈ പ്രോഫിറ്റ് ഈസ് നോട്ട് ക്യാഷ് അല്ലെങ്കിൽ വൈ ക്യാഷ് ഈസ് നോട്ട് പ്രോഫിറ്റ് എന്നുള്ളത്. അപ്പോൾ 60% അല്ലെങ്കിൽ അത് കൂടുതലുള്ള ബിസിനസ്സുകളിൽ അവർക്ക് നോക്കുമ്പോൾ ഡെയിലി ബേസിൽ അല്ലെങ്കിൽ അവരുടെ സെയിൽസൊക്കെ നല്ലതായിരിക്കും, റവന്യൂ ഉണ്ടായിരിക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുമ്പോൾ നല്ല പ്രോഫിറ്റ് ഉണ്ടായിരിക്കാം. ബട്ട് ദേ ഡു നോട്ട് ഹാവ് ഇനഫ് ക്യാഷ് ടു മാനേജ് ദർ ഓപ്പറേഷൻസ്. അപ്പോൾ ക്യാഷിൻ്റെ രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ട്. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പൊതുവെ എല്ലാ ബിസിനസ്സിൻ്റെ സെയിൽസ് റവന്യൂസാണ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. കാരണം റെൻറ്റ് കൊടുക്കണം, സാലറി കൊടുക്കണം, സപ്ലൈസിന് കൊടുക്കണം, മെറ്റീരിയൽസ് വാങ്ങുന്നതിൻ്റെ
പൈസ കൊടുക്കണം. അപ്പം നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ക്യാഷിൻ്റെ ഒരു ഫോമിനെയാണ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെയും ഡിഫറൻസ് ആയിരിക്കും എപ്പോഴും നമ്മുടെ നെറ്റ് ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നെറ്റ് ക്യാഷ് തീർച്ചയായിട്ടും നമുക്ക് ഫേവറബിളായിട്ട് ആണെങ്കിൽ അപ്പം നമ്മുടെ കയ്യിൽ തീർച്ചയായിട്ടും റവന്യൂ വരുമ്പോൾ, റവന്യൂ എപ്പോഴും ക്യാഷാണ് നിർബന്ധമില്ല. കാരണം ഇപ്പം നമ്മൾ സെയിൽസ് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് 100 രൂപയുടെ സെയിൽസ് നമ്മൾ ചെയ്തു. അപ്പം P&L നമുക്ക് 100 രൂപയുണ്ട്. പക്ഷേ ആ 100 എൻ്റെ ഒരു 80% ഡെറ്റേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ 20% നമുക്ക് ക്യാഷ് കിട്ടിയുള്ളെങ്കിൽ തീർച്ചയായിട്ടും 20% അല്ലെങ്കിൽ 100 രൂപയുടെ 20 രൂപ മാത്രമേ നമ്മുടെ ക്യാഷ് കാണത്തുള്ളൂ. പക്ഷേ സെയിൽസ് നോക്കുമ്പോൾ 100 രൂപയുടെ സെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റവന്യൂ എപ്പോഴും ക്യാഷ് ആകണം നിർബന്ധമില്ല. റവന്യൂ ഡെറ്റർ ആകാം. ആ ഡെറ്ററിനെ കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കുമ്പോൾ മാത്രമേ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ക്യാഷ് എത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷെല്ലാം വളരെ അൺകൺട്രോൾഡായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പം തീർച്ചയായിട്ടും ഈ രണ്ട് സൈഡ് ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റവന്യൂ സൈഡിലും ഒന്ന് നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡിലുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബിസിനസ് തീർച്ചയായിട്ടും അവർക്ക് രണ്ട് തരത്തിലുള്ള ക്യാഷ് ഫ്ലോസ് ഉണ്ടാകും. ഒന്ന് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ഉണ്ടാകാം, ഒന്ന് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ഉണ്ടാകും. പോസിറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം അത് നമ്മുടെ ഇൻഫ്ലോ കൂടുതലും ഔട്ട്ഫ്ലോ അതിനേക്കാൾ കുറച്ച് നിൽക്കുമ്പോഴാണ് ആ ഡിഫറൻസിനെയാണ്, അല്ലെങ്കിൽ ആ നെറ്റ് ക്യാഷിനെയാണ് നമുക്ക് പോസിറ്റീവ് ക്യാഷ് അല്ലെങ്കിൽ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നെഗറ്റീവ് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോൺട്രാഡിക്ടറി ആയിരിക്കും. എന്ന് വെച്ചാൽ ഔട്ട്ഫ്ലോ കൂടുതലും ഇൻഫ്ലോ കുറവുമായിരിക്കും. ഔട്ട്ഫ്ലോ കൂടാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലെ എക്സ്പെൻഡിച്ചേഴ്സിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. നമുക്ക് കിട്ടുന്ന റവന്യൂ ക്യാഷ് ഇൻഫ്ലോയേക്കാളും ക്യാഷ് ഔട്ട്ഫ്ലോ വളരെ കൂടുതലായിരിക്കും. അത് കൂടാനുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻഡിച്ചേഴ്സ് വളരെ അധികം എക്സസീവ് ആയിരിക്കും. അപ്പം ഈ പറഞ്ഞ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഒരിക്കലും, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് മാനേജ്മെൻറ്റ് ഒരിക്കലും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയയാണ് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ബിസിനസ് യൂണിറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രത്യേകിച്ച് സ്മോൾ മീഡിയം അല്ലെങ്കിൽ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് റൺ ചെയ്യുന്ന ഇപ്പം വലിയ ബിസിനസ്സിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെയായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റംസ് ഒക്കെ ഉണ്ടാകാം. എക്സ്പെർട്ട് നോളജ് ഹയർ ചെയ്യാനും അല്ലെങ്കിൽ എക്സ്പെർട്ട് നോളജ് അവർക്ക് റിക്രൂട്ട് ചെയ്യാനും അവർക്ക് അവരുടെയുള്ള എഫിഷ്യൻ്റായിട്ടുള്ള സിസ്റ്റംസ് എല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് ഈ ഏരിയാസിനെല്ലാം മാനേജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് റൺ ചെയ്യുന്ന ബിസിനസ് എൻ്റർപ്രണേഴ്സിനെ ബിസിനസ്സുകാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും. അവർക്ക് ഇതിനെക്കുറിച്ചൊരു പേഴ്സണൽ ഒരു ഇൻഡിവിജ്വൽ എൻ്റർപ്രണറിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർക്ക് വളരെ പല മേഖലകളിൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ അത് 1-2 വ്യക്തികൾക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് അവർക്ക് ഈ ഫൈനാൻസ് എന്നുള്ള മേഖലകളിൽ, കാരണം ഫൈനാൻസ് നമുക്ക് മാനേജ് ചെയ്യണതിനകത്തിൽ അത്യാവശ്യം നമുക്ക് പ്രാവീണ്യം അല്ലെങ്കിൽ പ്രാഗൽഭ്യം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ക്യാഷ് തീർച്ചയായിട്ടും നമ്മൾ എണ്ണുകയും ബാങ്കിൽ കൊണ്ടിടുകയും അല്ലെങ്കിൽ വിത്ഡ്രോ ചെയ്യുന്നത് മാത്രമല്ല ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി മേഖലകൾ അതിനകത്തുണ്ട്. ഒരു സാധാരണ ബിസിനസ്സുകാരന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒത്തിരി ഊരാക്കുടുകൾ അതിനകത്തുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ അത് കൊണ്ടുപോയി വളരെ അപകടത്തിലാക്കും എന്നുള്ളൊരു വസ്തുതകളുണ്ട്. അപ്പോൾ ഇത്രയും ഇനിഷ്യലായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ക്യാഷ് മാനേജ്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കൂടുതൽ വിവരണങ്ങളുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.